രണ്ട് മക്കളുടെ പിതാവെന്നുള്ള നിലയിൽ, ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു, ജാഗ്രത പാലിക്കണം. എല്ലാവരും നമ്മുടെ മക്കളെ സൂക്ഷിക്കണം. കാരണം കേരളം ലഹരി മരുന്ന് മാഫിയയുടെ പിടിയിലാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി 8.25 വർഷക്കാലം വകുപ്പ് കൈകാര്യം ചെയ്തതിനു ശേഷം പറയുന്നു, ഈ സംസ്ഥാനം രാസലഹരി മരുന്നിന്റെ പിടിയിലാണ്. ആരാ ഉത്തരവാദി? 2016 മുമ്പ് ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്തി അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി നടപടി സ്വീകരിച്ച ഒരു ആഭ്യന്തരമന്ത്രി, ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ്. എന്തേ അന്ന് ഈ പ്രതിഭാസം ഉണ്ടായില്ല? ഇപ്പൊ രാസലഹരി മരുന്ന് അതിനെതിരായി നിരന്തരം ക്യാമ്പയിൻ, കൂട്ടവോട്ടം, നടത്തം. രാഷ്ട്രീയമല്ലേ? കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ, അതിർത്തി സംസ്ഥാനങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നു ഏറ്റവും വലിയ ഡ്രഗ് മാഫിയ. ഇന്ന് അവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഡ്രഗ് മാഫിയ പ്രധാന കേന്ദ്രം കേരളമായിരിക്കുന്നുവെങ്കിൽ അതിന് കാരണം ഈ ഗവൺമെന്റിന്റെ ഭരണപരമായ പരാജയത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ? 10 വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനം കേരളത്തെ ലഹരി മരുന്നിന്റെ ഹബ്ബാക്കി ഈ സംസ്ഥാനത്തെ മാറ്റി കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട പുതുതലമുറയുടെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന നിലയിൽ ലഹരി മരുന്നിന്റെ സ്വാധീനം കേരളത്തിൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ മികവുറ്റ നേട്ടം.